ബേക്കൺ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ലൊരു ചോക്ലേറ്റ് മഡ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ, അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഓവണും ബീറ്ററും ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു കേക്കാണ് കേട്ടോ. കേക്കുണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ള തുടക്കക്കാർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. കാരണം ഇത് ഓവണും വേണ്ട, ബീറ്ററും വേണ്ട, ഒന്നും വേണ്ട. നമുക്കൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ മാത്രം മതി കേട്ടോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ചോക്ലേറ്റ് കേക്കാണ്. ചോക്ലേറ്റൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു കേക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം നിങ്ങളുടെ സമ്മാനങ്ങളുടെ കാര്യം പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എനിക്ക് 15K സബ്സ്ക്രൈബ് ആകുമ്പോഴാണ് ഞാൻ സമ്മാനം കൊടുക്കുന്നത്. 4 പേർക്കാണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. 2 പേർക്ക് ഈ ഒരു ഫുൾ ഗിഫ്റ്റും 2 പേർക്ക് ഐസിങ് സ്റ്റാൻഡും. പിന്നെ ഒരു കാര്യം, ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റാത്തവർക്കാണ് കേട്ടോ ഇത് കൊടുക്കുന്നത്. കാരണം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. പിന്നെ സമ്മാനം കിട്ടിയ ആർക്കും സമ്മാനം കൊടുക്കില്ല. സമ്മാനം കിട്ടാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ ഒരു സമ്മാനം. അപ്പം നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ലൈക്കും സപ്പോർട്ടും ഷെയറും ഹൈപ്പ് എന്ന ഓപ്ഷൻ എല്ലാവരും കൊടുക്കണേ. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റാണ്. നമ്മൾ കപ്പിൻ്റെ അളവ് എടുക്കുകയാണെങ്കിൽ ഒരു 3/4 കപ്പ് വരും കേട്ടോ. അപ്പം 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര. ഇത് ഡാർക്ക് ചോക്ലേറ്റ് നല്ല മധുരമുള്ള ചോക്ലേറ്റാണ്, ഒട്ടും കയ്പില്ലാത്ത ചോക്ലേറ്റാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് പഞ്ചസാര 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഓയിൽ, നിങ്ങൾ ബട്ടർ ഉണ്ടെങ്കിൽ 1/2 കപ്പ് ബട്ടർ ചേർക്കുക. ഞാൻ ഇവിടെ ഓയിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/4 കപ്പും കുറച്ചും കൂടിയുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കോഫി പൗഡർ എടുക്കുമ്പോൾ സാധാ കോഫി പൗഡർ എടുക്കരുത്, നമ്മൾ ബ്രൂവിൻ്റെയോ വേറെ ഏതെങ്കിലും കമ്പനിയുടെ എടുക്കാം കേട്ടോ. അടുത്തതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം എടുക്കുക കേട്ടോ. ചെറു ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതിനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് വെള്ളം വച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പം നമ്മൾ താഴെ ഇരിക്കുന്ന പാത്രത്തിനേക്കാളും വലിയ പാത്രമാണ് മുകളിൽ വയ്ക്കുക കേട്ടോ. ചെറിയ പാത്രം വയ്ക്കരുത്, കാരണം അതിൻ്റെ ആ ഒരു ആവി ഇതിൽ വരാൻ പാടില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ചോക്ലേറ്റ് എല്ലാം നല്ലതുപോലെ അലിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് കേക്ക് ടിൻ എടുക്കാം. ഞാൻ ഇവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് ടിന്നും ഞാൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോഴിതാ ഇവിടെ ചോക്ലേറ്റ് നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ചൂടാറിയ ശേഷം മാത്രമേ നമ്മളിതിലേക്ക് മുട്ട ചേർക്കാൻ പാടുള്ളൂ. അല്ലാതെ മുട്ട ചേർക്കുകയാണെങ്കിൽ മുട്ട വെന്ത് പോകും കേട്ടോ. അപ്പോൾ ചെറിയൊരു ചൂടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ഞാൻ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുക. ആദ്യം 1 മുട്ട ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ അടുത്ത മുട്ട ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കേക്കാണ്. കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ആദ്യം ഈ ഒരു കേക്ക് ചെയ്ത് പഠിക്കും കേട്ടോ. അപ്പോൾ ഞാനവിടെ 2ാമത്തെ മുട്ടയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ഒരു വിസ്ക് ഇല്ലെങ്കിൽ നിങ്ങളൊരു സ്പൂൺ ഉപയോഗിച്ച് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ മുട്ടയും കൂടെ ചേർക്കുമ്പോൾ ഇത്തിരി കട്ടിയായിട്ട് വരും കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനവിടെ വാനില എസൻസ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് മൈദാമാവും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ ചേർത്ത വീഡിയോ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് മൈദാമാവ്, 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ്. ഞാൻ ഇവിടെ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. അതിനുശേഷം കുറച്ച് വീതം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് അരിച്ചെടുക്കണം. നല്ല ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് കറക്റ്റാണ്, നമ്മളിതിലേക്ക് കട്ടിയൊന്നും ആവില്ല, കറക്റ്റ് അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച ശേഷം നമ്മളിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവർ എൻ്റെ വീഡിയോ ഫുള്ള് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ഒരു ബെല്ലൈക്കൺ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണേ.
അപ്പം ഞാനവിടെ കേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇതിനെ വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ കേക്ക് വേവിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ അലുമിനിയം പാത്രത്തിലേക്ക് ഒരു ഇതുപോലത്തെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് ഇത് ഫ്രീ ഹീറ്റ് ചെയ്ത ശേഷമാണ് നമ്മളിതിലേക്ക് കേക്ക് ടിന്നെ ഇറക്കി വെക്കുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ. 25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. അതിനുശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്ത കേക്കാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇതിവിടെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയെടുക്കുക. അതിനുവേണ്ടി 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ്, 1/4 കപ്പ് വിപ്പിംഗ് ക്രീം, ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി ചേർത്ത് ഒന്ന് മെൽറ്റാക്കി എടുത്തതാണ് കേട്ടോ. ഇവിടെ ഇത് നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് ഇവിടെ തണുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, കേക്കിൻ്റെ നടുഭാഗം ഇത്തിരി കുഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. കേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെന്തോ എന്ന് നോക്കാതിരിക്കുക കേട്ടോ. കാരണം നമ്മൾ ആ കേക്ക് വേവും മുമ്പേ അത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഇതുപോലെ ചെറിയ കുഴിവ് പറ്റാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾ കേക്കിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുമ്പോൾ നല്ലതുപോലെ തണുത്ത കേക്കിലാണ് ഒഴിക്കട്ടോ. നല്ലതുപോലെ ചൂടാറിയ ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ഇവിടെ എല്ലാ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചോക്ലേറ്റ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ്, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇത്തിരി തണുത്തതിന് ശേഷം കട്ട് ചെയ്യുക കേട്ടോ. ഇത് തണുത്തിൽ സെറ്റ് ആയില്ല, കാരണം ഇവിടെ കുഞ്ഞു മക്കളുള്ളതുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കട്ട് ചെയ്തതാണ്. നിങ്ങൾ കട്ട് ചെയ്യുമ്പം ഇത്തിരി തണുത്തതിന് ശേഷം കട്ട് ചെയ്യുക കേട്ടോ. ഇവിടെ മക്കൾക്ക് നല്ല ഇതേപോലെ ക്രീമി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇത്തിരി സെറ്റായിട്ട് വേണം കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പഞ്ഞ് പോലത്തെ നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നിങ്ങൾ കഴിക്കുമ്പോൾ അറിയാം. നിങ്ങൾ ചെയ്ത് നോക്കി കഴിച്ചതിന് ശേഷം നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങളും കൂടെ ഇടണം കേട്ടോ. അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ചോക്ലേറ്റ് കേക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു കേക്ക് എന്തായാലും തീർച്ചപ്പെടും. അത്ര നല്ല ടേസ്റ്റാണ്. നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ST കിച്ചൻ വേർഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ.